വിരുന്നിപ്പോഴുള്ളത് ദുബൈയിലാണ്. ദുബൈയിലെത്തുമ്പോൾ ദുബൈയിലുള്ള എല്ലാവർക്കും അറിയാവുന്ന വലിയ ഒരു സ്ഥാപനമാണ് കരാട്ടെ കിഡ് മാർഷൽ ആർട്സ് എന്ന കരാട്ടെ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇന്ന് വിരുന്നിൻ്റെ എപ്പിസോഡ് ധന്യമാക്കും നമ്മോടൊപ്പം ഉള്ളത് കരാട്ടെ കിഡ് മാർഷൽ ആർട്സിൻ്റെ മാനേജിംഗ് ഡയറക്ടറും ചീഫ് ഇൻസ്ട്രക്ടറുമായ മിസ്റ്റർ CV ഉസ്മാൻ സാറാണ്. അദ്ദേഹം UAE കരാട്ട ഫെഡറേഷൻ്റെ കോർഡിനേറ്ററും അതോടൊപ്പം തന്നെ ചാലിയാർ ഈഴുവഴഞ്ഞി എന്ന പ്രവാസി കൂട്ടായ്മയുടെ പ്രസിഡന്റ്, JKIയുടെ UAE ചീഫ് കോർഡിനേറ്ററും അതുപോലെ തന്നെ ഇൻസ്ട്രക്ടറുമാണ്. വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം ഉസ്മാൻ സാറിനെ വിരുന്നിലേക്ക്. സാർ നമസ്കാരം. നമസ്കാരം. ആദ്യം തന്നെ കരാട്ടെ കിഡ് മാർഷൽ ആർട്സ് എന്ന് പറയുന്ന UAE ബ്രാൻഡഡ് ആക്കപ്പെട്ട ഒരു വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കരാട്ടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വിശേഷങ്ങൾ അറിയാം. അങ്ങനെ കുറേ കാര്യങ്ങൾ. ആദ്യം തന്നെ താങ്കളുടെ പ്രവാസ ജീവിതം തുടങ്ങുന്നത് എങ്ങനെയാണ്? എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം ആ സമയത്ത് ഇവിടെ ഒരു പത്രപ്രവർത്തനം കൂടിയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് വേണ്ടി ഒരു ഗാനമേള സംഘടിപ്പിച്ച് തരികയാണെങ്കിൽ ഞാനൊരു വിസ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വിമാനത്തിൽ പറക്കുക എന്നൊക്കെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അന്ന്. ആ സമയത്ത് ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ഒരു ഗാനമേള സംഘടിപ്പിച്ചു കൊടുത്തു അദ്ദേഹത്തിൻ്റെ പ്രദേശത്ത്. അദ്ദേഹം പകരമായി എനിക്കൊരു വിസിറ്റ് വിസ തന്നു. അങ്ങനെ ഞാൻ ആ വിസയിലാണ് ഇവിടേക്ക് വരുന്നത്. വന്ന് കാര്യമായ ജോലിയൊന്നും ഞാൻ തിരഞ്ഞിട്ടില്ല. പക്ഷേ ആ സമയത്ത് ഇവിടുത്തെ മാധ്യമ 2-3 പത്രം എന്നെപ്പറ്റി ഇൻ്റർവ്യൂ ചെയ്യുകയും രോഗരക്ഷക്ക് അതുപോലെ തന്നെ കരാട്ടയുമായി ബന്ധപ്പെട്ട ഒരു നല്ലൊരു റിപ്പോർട്ട് തന്നെ ചില പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഒരുപാട് ആളുകൾ എന്നെ വിളിച്ചു. പ്രത്യേകിച്ച് ഇത് ഒരു കിട്ടാക്കനിയാണ് ഗൾഫുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു യോഗ എന്നത്, അല്ലെങ്കിൽ ഒരു എക്സസൈസ്. പലരും വിളിച്ചു, പലരും എന്നോടൊന്ന് കാണണമെന്ന് പറഞ്ഞു. എന്തിനേറെ എൻ്റെ മറ്റുള്ള രാജ്യത്തുള്ള സൗദിയിലൊക്കെ ഉള്ള എൻ്റെ സ്റ്റുഡൻസ് പോലും എന്നെ വിളിച്ചിരുന്നു. 1 മാസത്തെ വിസിറ്റിൽ മാത്രം വന്നതാണ്. ഒരു ക്ലാസ് എടുക്കാനുള്ള ഒരു സമയമോ ഒരു സന്ദർഭവും ഇല്ല. അതേ സമയത്ത് ഞാനൊരു കരാട്ടെ ഇൻസ്ട്രക്ടർ എന്ന നിലക്ക് ഇവിടെ ചില ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പോവുകയും ചില സ്ഥാപനങ്ങളൊക്കെ സന്ദർശിച്ചപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞു, കരാട്ടയ്ക്ക് ഇവിടെ വലിയ സാധ്യതയൊന്നുമില്ല, ഒരുപാട് കരാട്ടെ മാസ്റ്റേഴ്സ് നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലം. പക്ഷെ കരാട്ടെ ക്ലബ്ബുകൾ അന്ന് വളരെ കുറവായിരുന്നു. ഷാർജയിലുള്ള എൻ്റെ ഒരു അഭ്യുദയകാംക്ഷി, അദ്ദേഹം എന്നോട് വളരെ താല്പര്യപൂർവ്വം എന്നോട് യോഗയെപ്പറ്റി അന്വേഷിക്കുകയും ഇനി നിങ്ങൾ തിരിച്ചു വരികയാണെങ്കിൽ ഒരു വിസിറ്റ് തരാമെന്ന് പറയുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അറബിയുമായിട്ട്, അബൂബക്കർ സാഹിബാണ് അദ്ദേഹത്തിൻ്റെ പേര്, സാലിം എക്സ്ചേഞ്ചിൻ്റെ മാനേജർ കൂടിയായിരുന്നു. അദ്ദേഹം സംസാരിച്ചു, എനിക്കൊരു വിസിറ്റ് വിസ ഒപ്പിച്ചു തന്നു. അങ്ങനെ 2ാമത്തെ വിസിറ്റ് വിസയിൽ ഞാൻ ഇരിക്കുമ്പോഴാണ് ഗൾഫ് ന്യൂസ് പത്രത്തിലൂടെ ഒരു അധ്യാപകൻ കരാട്ടെ ഇൻസ്ട്രക്ടർക്ക് ഒരു അവസരമുണ്ടെന്ന് കാണുന്നത്. അങ്ങനെ ഞാൻ അപേക്ഷ നൽകി. എന്നെ വിളിച്ചു. എൻ്റെ കൂടെ വേറെ പല രാജ്യക്കാരും ഉണ്ടായിരുന്നു. ഒരു ഇൻ്റർനാഷണൽ സ്കൂളായതുകൊണ്ട് പലരും ഉണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ എൻ്റെ കഴിവിലുപരി എൻ്റെ സർട്ടിഫിക്കറ്റുകൾ കണ്ടപ്പോൾ അവരെന്നെ സ്വീകരിച്ചു. അങ്ങനെ 6 വർഷം ഞാൻ അവിടെ ഒരു കരാട്ടെ ഇൻസ്ട്രക്ടറായിട്ട് വർക്ക് ചെയ്തു. അതിനുശേഷമാണ് ഇങ്ങനെ ഒരു കരാട്ടെ ക്ലബ്ബ് എന്തുകൊണ്ട് സ്വന്തമായി തുടങ്ങിക്കൂടാം എന്നൊരു ചിന്ത വന്നത്. അങ്ങനെ ഞാൻ പിന്നീട് അങ്ങനെ സ്ഥാപനങ്ങളെപ്പറ്റി ആലോചിക്കുകയും അങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങണമെന്ന ഒരു ചിന്ത ഉണ്ടാവുകയും അതിലേക്ക് ഇറങ്ങുകയും ചെയ്തു. ഇപ്പോൾ UAE കരാട്ടെ ഫെഡറേഷൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുന്നത്? ഏതൊക്കെ മേഖലയിലാണ് ഇത് വ്യാപിപ്പിച്ചിരിക്കുന്നത്? UAE കരാട്ടെ ഫെഡറേഷൻ കാര്യമായി ഈ ഫെഡറേഷൻ വർക്ക് ചെയ്യുന്നത് UAEയുടെ അറബ് ക്ലബ്സിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ്. അതേ സമയത്ത് ഇന്ത്യയിലുള്ള 140ഓളം ക്ലബ്ബുകൾ UAEയിലുണ്ട്. 2 വർഷം മുമ്പ് എന്നെ UAEയുടെ കോർഡിനേറ്ററായി സെലക്ട് ചെയ്ത സമയത്ത് കൃത്യമായ ഒരു എക്സാമിനേഷൻ കുട്ടികൾക്കും അതുപോലെ തന്നെ ഇൻസ്ട്രക്ടേഴ്സിനും ഉണ്ടായിരുന്നില്ല. പിന്നീട്
എനിക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടുകയും ഞാനതിൻ്റെ ഡയറക്ടർ കൂടിയായ ക്യാപ്റ്റൻ മുഹമ്മദ് അബ്ബാസുമായി സംസാരിക്കുകയും ഇവിടുത്തെ ഇൻസ്ട്രക്ടേഴ്സിന് ഫെഡറേഷനിൽ നിന്ന് ഒത്തിരി സഹായങ്ങൾ ആവശ്യമുണ്ടെന്നും അതുകൊണ്ട് അവരെ സഹായിക്കണം, അവർക്ക് വേണ്ട എക്സാമിനേഷനും റെഫറി കോഴ്സസും ഒക്കെ നൽകണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഏറെ താല്പര്യപൂർവ്വം പല മീറ്റിങ്ങുകളിലായി ഇന്ത്യയിലുള്ള പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള ഒരുപാട് മാസ്റ്റേഴ്സുമായി ഇരിക്കുകയും അങ്ങനെ ഈ അടുത്ത് പോലും ലോകത്തിൽ ഉപാധ്യക്ഷനായി വേൾഡ് കരാട്ടെ ഫെഡറേഷൻ്റെ ഉപാധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട യുടെ തൈക്കോണ്ടോ കരാട്ടൻ്റെ പ്രസിഡന്റ് കൂടിയായ ജനറൽ നാസർ അബ്ദുൾ റസൂഖി അദ്ദേഹത്തിന് ഒന്നിച്ചുള്ള ഒരു സ്വീകരണം നൽകാൻ ഈ ഇന്ത്യൻ കരാട്ടെ ഫെഡറേഷന് വേണ്ടി സാധിച്ചു. അതിന് അവരുടെ മുമ്പിൽ എനിക്ക് നിൽക്കാൻ സാധിച്ചാൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നു. സ്ഥാപനം എന്തൊക്കെയാണ് താങ്കളുടെ സ്ഥാപനത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ? കരാട്ടെ കിഡ് ഇൻ്റർനാഷണൽ മാർഷൽ ആർട്സ് എന്ന് പറയുന്ന താങ്കളുടെ സ്കൂളിനെ കുറിച്ച് തന്നെ ചോദ്യം. ഒരുപാട് ആക്ടിവിറ്റീസ് ഞങ്ങൾ കരാട്ടയ്ക്ക് ഉപരിയായിട്ട് കിക്ക് ബോക്സിംഗ് പഠിപ്പിക്കുന്നുണ്ട്. കുംഫു, ചൈനയിൽ നിന്നുള്ള കുംഫു പഠിപ്പിക്കാൻ പ്രത്യേക മാസ്റ്റേഴ്സ് ഉണ്ട്. സ്ത്രീകൾക്ക് വേണ്ടി യോഗ ക്ലാസ് ഉണ്ട്, അയറോബിക്സ് ക്ലാസ്സുകളുണ്ട്, സുംബ ക്ലാസ്സുകളുണ്ട്, MMA, മിക്സഡ് മാർഷൽ ആർട്സ്, ഫിറ്റ്നസ് ട്രെയിനിങ്, അങ്ങനെ വിവിധ രീതിയിൽ വ്യത്യസ്ത സമയങ്ങളിലായിട്ട് ഞങ്ങൾ ഈ കോഴ്സുകൾ ഇവിടെ വളരെ മനോഹരമായിട്ട് ആർക്കും കിട്ടാവുന്നതിൽ ഏറ്റവും നല്ലൊരു ട്രെയിനിങ് ഈ കരാട്ടെ കിഡ് മാർഷൽ ആർട്സ് നൽകുന്നുണ്ട്. താങ്കളുടെ മകൻ നാഫിഹ് ഒരുപാട് മേഖലയിൽ ശ്രദ്ധ നേടിയിട്ടുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ UAE നാഷണൽ ടീമിൽ കരാട്ടെ ടീമിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് താങ്കളുടെ മകൻ. ഒരു പിതാവിന് ഒരു മകനെക്കുറിച്ച് പറയുമ്പോൾ അഭിമാനം തോന്നുന്ന നിമിഷങ്ങൾ. താങ്കൾക്ക് എന്താണ് നാഫിഹിനെ കുറിച്ച് പറയാനുള്ളത് ഈ ഒരു അവസരത്തിൽ? ഏകദേശം 3.5 വയസ്സ് പ്രായത്തിൽ തന്നെ എൻ്റെ ആദ്യ മകൻ എന്നുള്ളത് 4-ാമതിൽ 1-ാമനായ നാഫിയെ ഞാൻ ഈ രംഗത്തേക്ക് കൊണ്ടുവരികയും അതിനുവേണ്ടി ട്രെയിനിങ് നൽകുകയും ചെയ്തിട്ടുണ്ട്. നാഫിയും എൻ്റെ കൂടെ നിഴൽ പോലെ പിന്തുടരുകയും ഈ രംഗത്ത് വളരെ താല്പര്യപൂർവ്വം തന്നെ ഇതിലേക്ക് വരികയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു ഗ്യാപ്പ്, ഞാൻ ഗൾഫിലേക്ക് വന്ന സമയത്ത് ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു, എനിക്ക് വേണ്ടത്ര ശ്രദ്ധിക്കാൻ പറ്റിയില്ല. അപ്പോഴും നാഫി ഇത് തുടർന്ന് വരികയും അവൻ്റെ 10ാം ക്ലാസ് സമയത്ത് ജൂഡോയിൽ സ്റ്റേറ്റ് ചാമ്പ്യനാവാൻ അവന് സാധിക്കുകയും ചെയ്തു. അതിനുശേഷം നാട്ടിൽ കിട്ടുന്ന ട്രെയിനിങ് വേണ്ടത്ര കുറവാണ് എന്ന് ഒരു തോന്നലുണ്ടാവുകയും നാഫിയോട് ചോദിച്ചു, ഗൾഫിലേക്ക് എൻ്റെ കൂടെ ഒന്നിച്ച് താമസിച്ച് മാർഷൽ ആർട്സ് പഠിക്കാൻ താല്പര്യമുണ്ടോ? നാഫി പറഞ്ഞു, താല്പര്യമുണ്ട്, ഉപ്പൊക്കെ താല്പര്യമാണെങ്കിൽ വരാമെന്ന് പറഞ്ഞു. ആ ഒരു സന്ദർഭത്തിലാണ് നാഫിയെ ഞാൻ എൻ്റെ കൂടെ കൂട്ടുന്നത്. സത്യത്തിൽ ഒരു പിതാവിൻ്റെ കൂടെ മകൻ മാത്രമേ ഉള്ളൂ. എൻ്റെ കുടുംബത്തിന് ഇങ്ങോട്ട് വരാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ബാക്കി എല്ലാവരും നാട്ടിലാണ്. എന്നിട്ടും ഒന്നിച്ചിരിക്കുകയും നന്നായി ട്രെയിനിങ് എടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് UAE ഇവിടുത്തെ നാഷണൽ ടീമിൻ്റെ കൂടെ 3 ദിവസം പ്രാക്ടീസ് ചെയ്യാൻ, അതോടൊപ്പം തന്നെ തൈക്കോണ്ടയിൽ അൽ നാസർ ക്ലബിൽ വെച്ച് നടക്കുന്ന ഇവിടുത്തെ ഫെഡറേഷൻ കോച്ചിനോട് കൂടെ തൈക്കോണ്ടയിൽ പരിശീലനം നേടാനും നാഫിക്ക് സാധിക്കുന്നു എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം, നാഫിനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമാണ്. ഇനിയിപ്പോൾ താങ്കളുടെ മനസ്സിൽ ഇത്തരത്തിൽ പുതിയ ആശയങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നാട്ടുകാരോടൊപ്പം ഷെയർ ചെയ്യാൻ ഈ ഒരു അവസരത്തിൽ? നമുക്കറിയാം, ഒരു ഗ്രാമപ്രദേശത്ത് അവർ ജീവിച്ച ഒരു ജീവിത ശൈലി, ഏറെ സ്നേഹിച്ച് അടുത്ത വീട്ടിലേക്ക് പോയി കളിച്ച് ഒന്നിച്ച് പുറത്ത് ഭക്ഷണം പാകം ചെയ്ത് അടുത്ത വീട്ടുകാരൻ്റെ വഴിയിലൂടെ നടന്നു നീങ്ങി ഒന്നിച്ച് സ്കൂളുകളിലും മദ്രസകളിലൊക്കെ ജീവിച്ചൊരു കാലം. ആ സമയത്ത് അവർക്കത് കോളേജ് ജീവിതത്തിൽ പോലും കിട്ടാത്തൊരു അനുഭവമാണ്. അങ്ങനെ ഒരുപാട് സ്ത്രീകൾ അവിടുന്ന് കല്യാണം കഴിച്ചു വിട്ട ഒത്തിരി സ്ത്രീകളുണ്ട്, മറുപ്രദേശങ്ങളിലായി ജീവിക്കുന്നുണ്ട്. അവർക്ക് തിരിച്ച് നാട്ടിലേക്ക് വരാൻ ഒരവസരമില്ല. ഏതെങ്കിലും മരണസമയങ്ങളിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കല്യാണ സദസ്സുകളിലോ മാത്രമേ അവർക്ക് തിരിച്ചു വരാൻ പറ്റൂ. ആ സമയത്ത് പോലും
അവരുടെ കൂട്ടാളികളെ ഒന്നിച്ച് കളിച്ചവരെ ഒന്നിച്ച് പഠിച്ചവരെ കാണാൻ പ്രത്യേകിച്ച് പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ല. ആൺകുട്ടികൾക്ക് ഒത്തിരി സന്ദർഭമുണ്ട്. അവരെവിടെയായാലും അവരുടെ കൂടെ പോകാൻ UAE-യിലായാലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ അവർക്ക് എത്തിപ്പെടാൻ സാധ്യതകളുണ്ട്. ഈ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒന്ന് തിരിച്ചു കാണാൻ, ആ പഴയ മുഖം ഒന്ന് ഓർക്കാൻ, പഴയ കഥകൾ സംസാരിക്കാൻ ഒരു അവസരമില്ല. അതുകൊണ്ട് തന്നെ നാട്ടിൽ നിന്നും കല്യാണം കഴിച്ച് മറുനാട്ടിലേക്ക് വിട്ട ഒരുപാട് സ്ത്രീകളുണ്ട് നാട്ടിൽ. അവരെയൊക്കെ ഒന്നിച്ച് തിരിച്ച് ഒരു ദിവസം അവർ പഠിച്ച പള്ളിക്കൂടത്തിലേക്ക് തിരിച്ചു വിളിക്കണം എന്നൊരു വലിയ ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ട്. സാർ, ഇനിയിപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ താങ്കൾക്കും താങ്കളുടെ പ്രസ്ഥാനമായ കരാട്ടെ കിഡ് മാർഷൽ ആർട്സിനും കിട്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട അവാർഡുകളും അംഗീകാരങ്ങളും സർട്ടിഫിക്കേഷനും ഒക്കെ ഏതൊക്കെ മേഖലയിൽ നിന്നും? ഈ രംഗത്ത് ഒരുപാട് സർട്ടിഫിക്കേഷൻ നമ്മൾക്ക് ലഭിച്ചിട്ടുണ്ട്. ജപ്പാൻ കരാട്ടെ ഫെഡറേഷൻ്റെ സർട്ടിഫിക്കറ്റ്, UAE കരാട്ടെ ഫെഡറേഷൻ്റെത്, വേൾഡ് യൂണിയൻ ഓഫ് കരാട്ടെ ഫെഡറേഷൻ, അങ്ങനെ ഒത്തിരി സർട്ടിഫിക്കറ്റുകൾ. നാട് എവിടെയാണ്, നാട്ടിലെ വിദ്യാഭ്യാസ കാലഘട്ടം, അതോടൊപ്പം തന്നെ താങ്കളുടെ കുടുംബത്തിൽ ആരൊക്കെയാണ് ഉള്ളത് എന്നതിനെക്കുറിച്ചൊന്ന് വിശദമാക്കാം. ചെറുവാടി, കോഴിക്കോട് ജില്ലയിലെ ചെറുവാടി എന്ന പ്രദേശത്താണ്. ചെറുവാടിക്ക് എനിക്കറിയില്ല ആരാണ് ആ പേര് നിർദ്ദേശിച്ചതെന്ന്. ചെറിയ തോപ്പ്, ടൈനി ഗാർഡൻ എന്നുള്ള ഒരു പേര് ഉൾക്കൊള്ളുന്നുണ്ടായില്ല. ഞങ്ങൾ കുടുംബത്തിൽ 10 മക്കളാണ്. 8 ബ്രദേഴ്സ്, 2 സിസ്റ്റേഴ്സ്. അന്നൊക്കെ എൻ്റെ പിതാവ് എനിക്ക് ഓർമ്മയുണ്ട്. കുറേ കുട്ടികളുള്ളതുകൊണ്ട് ഈ മഴ പെയ്യുന്ന സമയത്ത് എല്ലാവർക്കും കുട വാങ്ങിക്കൊടുക്കും. അപ്പോൾ ഞാൻ 7ാമത്തെ ആളായിരുന്നു. CV7 എന്ന്, CV എന്ന ഇനീഷ്യലിൽ CV7 എന്ന് എഴുതിക്കുക. കാരണം കുടകൾ പരസ്പരം മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എൻ്റെ ഭാര്യയിൽ 4 മക്കൾ, 4 കുട്ടികളും ആൺകുട്ടികളാണ്. പൊതുവെ ഞങ്ങളുടെ കുടുംബം തന്നെ ഒരു ആൺകൂട്ടത്തിൻ്റെ കുടുംബമാണ്. വളരെ കുറഞ്ഞ പെൺകുട്ടികൾ മാത്രമേ കുടുംബത്തിലുള്ളൂ. അതുകൊണ്ട് തന്നെ അങ്ങാടിയിൽ പലപ്പോഴും ഞങ്ങൾ നിറഞ്ഞു നിൽക്കാറുണ്ട്, കുറേ പേര് അങ്ങാടിയിൽ ഇറങ്ങുമ്പോൾ. സാർ, എന്തായാലും ഇത്രയും സമയം ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് കരാട്ടെ കിഡ് മാർഷൽ ആർട്സിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും ഒരു കരാട്ടെ എത്രമാത്രം ഒരു കുട്ടിക്ക് ജീവിതത്തിൽ ഉപകാരപ്രദമാകുമെന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആധികാരികം സംസാരിച്ചു. ഇത്രയും വിലപ്പെട്ട സമയം ഞങ്ങളുടെ പ്രേക്ഷകരുമായി സംവദിക്കാൻ സമയം കണ്ടെത്തിയതിൽ ഞങ്ങളുടെ ഹൃദയംഗമായി നന്ദി അറിയിക്കുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.